ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ മഴ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെറിയ വെയിൽ വരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെടികളെല്ലാം സൂപ്പറായിട്ട് വരുന്നുണ്ട്. തളിർപ്പുകളൊക്കെ വരാൻ തുടങ്ങി. നിങ്ങളുടെ ചെടികൾക്കൊക്കെ എങ്ങനെയുണ്ട്? എത്ര സന്തോഷമുണ്ടല്ലേ! എന്നെപ്പോലുള്ള പ്രാന്തികൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ചെടികൾക്ക് ഒരു തളിർപ്പ് വന്നാലോ ഒരു മൊട്ട് വന്നാലോ നമ്മൾ എത്ര സന്തോഷിക്കുമല്ലോ. നേരെ മറിച്ച് ഇതെല്ലാം ഒരു തളിർപ്പൊടിഞ്ഞു പോയാലോ ഒരു മൊട്ട് വണ്ടച്ചൻ തിന്നാലോ ലീഫുകളൊക്കെ പൊഴിഞ്ഞു പോയാലോ നമ്മൾ എത്ര സങ്കടപ്പെടുമല്ലേ. പക്ഷേ ചെടികളേക്ക് ഇഷ്ടമല്ലാത്തവർ ഓർക്കും ഇത് പ്രാന്താണെന്ന് ഓർക്കും. ഓക്കെ, ഇതൊരു തരം പ്രാന്ത് തന്നെയാണ്. എനിക്ക് അങ്ങനെ കേട്ടാ കൂട്ടുകാരെ, എനിക്ക് പ്രാന്താണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. എനിക്ക് എത്ര വേദനയാണെങ്കിലും ചെടികളെ നോക്കുമ്പോൾ തളിർപ്പ് വന്നാലോ അവർക്ക് കുറച്ച് ആരോഗ്യമായിട്ട് തോന്നിയാലോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വേദന കുറയുന്നത് പോലെ എനിക്ക് തോന്നും. നിങ്ങൾ എന്നെ പോലെ ആണെങ്കിലൊന്ന് പറയണം കേട്ടോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. പിന്നെ ഇപ്പോൾ ശക്തമായ മഴയ്ക്ക് ചെറിയ കുറവുണ്ടായിട്ട് ഇടയ്ക്കൊരു തെളിവ് വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്നോ, നമ്മൾക്ക് റീപോർട്ട് ചെയ്യാം. പഴയ ചെടികൾ ഉണ്ടാവൂലേ, 1 വർഷമോ 2 വർഷമായ ചെടികളുണ്ടെങ്കിൽ അത് റീപോർട്ട് ചെയ്യണം. പിന്നെ ചില ചെടികൾ എന്തൊക്കെ ചെയ്തിട്ടും മരവിച്ച് നിൽക്കും. എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവൂലെന്ന് പറയൂലേ എന്നെ പോലെയുള്ളവർ. അങ്ങനെയുള്ള ചെടികളുണ്ടെങ്കിൽ റീപോർട്ട് ചെയ്ത് കൊടുക്കാം. ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേരൊന്നും കട്ടാകാതെ അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മണ്ണൊന്നും ഒത്തിരി കളയണ്ട. കാരണം നമ്മൾ ലൂസായ മണ്ണിലല്ലേ റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. താഴെ നിന്ന് മാത്രം വേരിൻ്റെ അവിടെ അങ്ങനെ തറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് കളയുക. അല്ലെങ്കിൽ കൈ വെച്ച് വേര് കട്ടാകാതെ കളയാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം. എന്നിട്ട് പ്ലാന്റ് സൈസായിട്ടുണ്ടെങ്കിൽ സൈസിൻ്റെ നോക്കുക, പോട്ട് അത് നോക്കി. പോട്ട് നമ്മൾ നട്ടിരുന്ന പോട്ട് ഈ പ്ലാന്റിന് പറ്റത്തില്ല, ആ പോട്ടിനേരും കുറച്ച് വലിയ സൈസ് പ്ലാന്റാണ് നമ്മളുടെ എങ്കിൽ ആ ആദ്യം നട്ട പോട്ടിനേലും കുറച്ച് സൈസ് കൂടുതലുള്ള പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യണം. റീപോർട്ട് ചെയ്യുമ്പോൾ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടപ്പൊടി, കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ്, കുറച്ച് കരിയില, പിന്നെ ഒഴുകി വരുന്ന മണ്ണ്, പിന്നെ നിങ്ങൾക്ക് ചുവന്ന മണ്ണുണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കാം. എന്നിട്ട് വേണം റീപോർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ആ പോട്ടിൽ തന്നെയാണ് നിങ്ങൾ പ്ലാന്റ് എടുത്തിട്ട് മണ്ണ് ലൂസാക്കിയിട്ട് റീപോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ പോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം അതിൽ തന്നെ റീപോർട്ട് ചെയ്യാൻ. പിന്നെ കുഞ്ഞു ചെടികൾ നമ്മൾ ചെറിയ പോട്ടിലല്ലേ നട്ട് വളർത്തുന്നത്. അപ്പോൾ അത് കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാം. റീപോർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണിത്. നമ്മുടെ റോസ് പ്ലാന്റുകൾ എപ്പോഴും പോട്ടിൽ തന്നെ നടുന്നത് നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് കൊടുക്കുന്ന വളങ്ങൾ, നമ്മൾ ജൈവ വളങ്ങളല്ലേ കൊടുക്കുന്നത്. എല്ലാ വളങ്ങളും ഒത്തിരി നഷ്ടപ്പെടാതെ, വളങ്ങളുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ഈ പ്ലാന്റിന് അബ്സോർവ് ചെയ്യാൻ പറ്റും പോട്ടിലാണെങ്കിൽ. പിന്നെ തറയിലാണെങ്കിൽ നന്നായിട്ട് വരും. പോട്ടിനേലും കുറച്ചുകൂടി ബെറ്ററായിട്ട് വളർച്ച മണ്ണിൽ നടുന്ന ചെടികൾക്കാണ്. ഞാൻ രണ്ടിൻ്റെയും ഡിഫറൻസ് പറഞ്ഞുതരാം. മണ്ണിലാവുമ്പോൾ കുറച്ച് കൂടുതൽ വളങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന വളങ്ങളുണ്ടല്ലോ, ഈ പോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന ലിക്വിഡ് ജ്യൂസുകളും പൗഡർ രൂപത്തിലുള്ള വളങ്ങളും അത് കുറച്ച് കൂടുതൽ കൊടുക്കണം. മണ്ണിലാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെടി നടുമ്പോൾ ഒരുവിധ ആഴത്തിൽ, അതായത് നമ്മുടെ കൈയുടെ പകുതി, മുട്ടുകൈയുടെ താഴെ ഉണ്ടാവില്ല അത്രയും നീളത്തിൽ കുഴിയെടുക്കുക. കുഴിയെടുക്കുമ്പോൾ ഒരു ചെറിയ കുഴി ആയിരിക്കരുത്, നല്ല വൈൽഡായിട്ടുള്ള കുഴി എടുത്തിട്ട് അതിനകത്ത് കുറേ കരിയിലകൾ ഇടുക. എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംകാഷ്ടം ഇടുക. എന്നിട്ട് വീണ്ടും കരിയിലകൾ ഇടുക, കുറച്ച് ചാരം ഇടുക. എന്നിട്ട് കുറച്ച് റീപോർട്ട് ചെയ്യാനുള്ള പൗഡർ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടാവില്ല, അത് കുറച്ചിടുക. എന്നിട്ട് വേണം ഈ ചെടി ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കണം. കുഴി നികത്തെ മൂടി കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ വേണം തറയിലേക്ക് പോട്ട് ചെയ്യാനായിട്ട്, ഈ ചെടികൾ നട്ട് കൊടുക്കാനായിട്ട്. പോട്ട് ചെയ്യാനല്ല, ചെടികൾ ഇറക്കി വെച്ച് നട്ട് കൊടുക്കണം. അതായത് ഒരു ചെറിയ ചട്ടിയിലോ ചെറിയ ഗ്രോ ബാഗിലോ ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിലോ ആയിരിക്കണം നമ്മൾ കമ്പുകൾ നട്ടുപിടിപ്പിക്കേണ്ടത്. നട്ടുപിടിപ്പിച്ച്
റൂട്ട് വന്ന പ്ലാന്റുകൾ മാത്രം ഈ കുഴിയിലേക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കട്ടിങ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ചെടി ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെ കുഴിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ 2 രീതിയിൽ നട്ടിട്ടുണ്ട്. 2 രീതിയിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ. തറയിൽ നട്ടാൽ കുറച്ചും കൂടി ഗ്രോത്ത് കൂടുതലുണ്ട് ഈ പോട്ടിൽ വെക്കുന്നതിനേലും. അതായത് വളങ്ങളെല്ലാം ഒത്തിരി കൊടുക്കണം. വെറുതെ കൊടുത്താൽ വെറുതെ എന്തെന്നാ പറഞ്ഞാൽ സ്ലിമ്മായി നിൽക്കും, വരെ പോലെ നിൽക്കും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെയിലുണ്ടല്ലോ, അപ്പോൾ ചെടികളുടെ ചുവട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്നൊരു സൂപ്പർ വളം കൊടുക്കാം. അതായത് 1 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയാം. എന്നിട്ട് നിങ്ങളുടെ ചെടി എത്രയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോളൂ കേട്ടോ. ഒരു അലോവേര അല്ലേ, കറ്റാർവാഴയുടെ ലീഫ് ഒരു ലീഫിൻ്റെ പകുതി, ഒരു 3 സ്പൂൺ വുഡ് ആഷ്, അതായത് ചാരം, നൈസായ ചാരം, പൗഡർ രൂപത്തിലുള്ള കരിക്കട്ട അല്ല ചാരം. ഇത് ചാരം കിട്ടാത്തവരാണെങ്കിൽ ഈ കരിക്കട്ട ഉണ്ടെങ്കിൽ അതൊന്ന് പൗഡർ രൂപത്തിലാക്കിയാലും മതി. പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് സിനമൺ പൗഡർ, നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചത്, അതും ഒരു 2 സ്പൂൺ എടുക്കുക. 3 സ്പൂൺ ചാരം, ഒരു കറ്റാർവാഴ ലീഫിൻ്റെ പകുതി, പിന്നെ 2 സ്പൂൺ സിനമൺ പൗഡർ, കറുവാപ്പട്ടയുടെ പൗഡർ പൊടിച്ചത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം, തണുത്തതോ ചൂടോ എന്തായിക്കോട്ടെ, കഞ്ഞിവെള്ളം ഇട്ടിട്ട് അതിനകത്ത് കറ്റാർവാഴ മിക്സിയിൽ അടിച്ചെടുക്കുക. ഈ കഞ്ഞിവെള്ളത്തിൽ കറ്റാർവാഴ കഞ്ഞിവെള്ളത്തിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ ചാരവും പിന്നെ സിനമൺ പൗഡറും കൂടി മിക്സ് ചെയ്ത് അത് ഫുള്ള് ജ്യൂസായിട്ടുണ്ടാവുമല്ലോ. കുറച്ച് അതല്ല ഭയങ്കര കട്ടിയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം സാദാ വെള്ളം ചേർത്തിട്ട് അടച്ച് വെക്കുക. 3 ദിവസമോ 4 ദിവസം വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ദിവസവും ഷെയ്ക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യാതെ. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട്, അതല്ല 3 ദിവസം കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഒരു 8 ഇരട്ടിയോ 6 ഇരട്ടിയോ വെള്ളം ചേർക്കണം. സാദാ പച്ചവെള്ളം ചേർത്തിട്ട് ഫിൽറ്ററൊന്നും ചെയ്യണ്ട. നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമ്മളിങ്ങനെ ഇളക്കിയിട്ടുണ്ടാവുമല്ലോ, ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ സമയത്ത് നമ്മൾ സാദാ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് ഒഴിക്കുന്ന ചെടികളുടെ ചുവട്ടിൽ ഇതൊരു 1/4 കപ്പ്, 1/4 ഗ്ലാസ്, 1/2 ഗ്ലാസ്സിനും 1/2 കപ്പിനും താഴെ മാത്രം ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ ഒത്തിരി ഈർപ്പം ഉണ്ടാകും നമ്മുടെ ചെടിയുടെ ചട്ടിലും ചുവട്ടിലും. അപ്പോൾ അത് നമ്മൾ ഒത്തിരി ആകുമ്പോൾ അത് ഒഴുകിപ്പോകും. ഒലിച്ചു പോകാൻ ഇടവരുത്തരുത്. നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് അബ്സോർവ് ആക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾക്ക് ഗ്യാപ്പ് എപ്പോഴാണോ കിട്ടുന്നത്, വെയിൽ വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ചെയ്യുക. നമുക്ക് ഇത് മാത്രമല്ല ഒത്തിരി ജോലികളുണ്ട് വെയിൽ വരുമ്പോൾ. എന്നാലും നമ്മുടെ ചെടികളുടെ സുന്ദരി സുമുഖ സുശീലകളൊക്കെ ആക്കണ്ടേ? ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം. ഓക്കെ, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.